ഹലോ എവരിവൺ, ഇറ്റ്സ് മീ മിസ്റ്റർ മാക്സ്. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ആൻഡ് നമ്മൾ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിലെ ക്വസ്റ്റ്യൻസ് ആണ് ചെയ്തുകൊണ്ടിരുന്നത്. നമ്മൾ സെക്ഷൻ എ കോൺസെപ്റ്റ് കവർ ചെയ്ത് കഴിഞ്ഞു. ആൻഡ് എക്സാമ്പിൾ 1 ആൻഡ് എക്സാമ്പിൾ 2 നമ്മൾ ഓൾറെഡി കവർ ചെയ്തു. സോ ഇനി നമുക്ക് എക്സാമ്പിൾ 3 മുതൽ എക്സാമ്പിൾ 5 വരെയുള്ള ക്വസ്റ്റ്യൻസും അതേപോലെ എക്സസൈസിലെ കുറച്ച് ചോദ്യങ്ങളാണ് ഫസ്റ്റ് സെക്ഷനിൽ പെൻഡിങ് ആയിട്ട് വരുന്നത്. ആൻഡ് നമ്മൾ അത് ഇന്ന് കവർ ചെയ്യുന്നതാണ്. സോ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്, ഫൈൻഡ് ദ റേഡിയസ് ഓഫ് സർക്കിൾ ഇൻ വിച്ച് എ സെൻട്രൽ ആംഗിൾ ഓഫ് 60 ഡിഗ്രി ഇന്റർസെപ്റ്റ്സ് ആൻ ആർക്ക് ഓഫ് ലെങ്ത് 37.4 സെൻറ്റിമീറ്റർ ആണ്. അവിടെ പൈയുടെ വാല്യൂ 22/7 എന്നെടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. സോ നമ്മൾ ഓർത്തിരിക്കേണ്ട 2-3 ഇക്വേഷൻസ് ഉണ്ടായിരുന്നു. എൽ എന്ന് പറയുന്നത് ആർ തീറ്റയാണ്, അഥവാ തീറ്റ എന്ന് പറയുന്നത് L/R ആണ്. ആൻഡ് 1 ഡിഗ്രി എന്ന് പറയുന്നത് 1 ഡിഗ്രി എന്ന് പറയുന്നത് π/180 റേഡ് ആണ്. ആൻഡ് 1 റേഡ് എന്ന് പറയുന്നത് 180/π ഡിഗ്രിയാണ്. ഓക്കെ, സോ നമ്മുടെ ചോദ്യത്തിൽ റേഡിയസ് ഉണ്ടാക്കുന്ന ആംഗിൾ 60 ഡിഗ്രിയാണ്. ആൻഡ് ആ ലെങ്ത്, ആർക്ക് ലെങ്ത് എന്ന് പറയുന്നത് 37.4 സെൻറ്റിമീറ്റർ ആണ്. സോ നമുക്ക് L = R തീറ്റ എന്നറിയാം, അഥവാ R എന്ന് പറയുന്നത് L/തീറ്റയാണ് അല്ലേ. സോ നമുക്ക് L എന്താണ് തന്നിട്ടുള്ളത്? 37.4 ആണ്. ആൻഡ് തീറ്റ തന്നിട്ടുള്ളത് 60 ഡിഗ്രിയാണ് മക്കളെ. സോ നമുക്ക് 60 ഡിഗ്രിയിലാണ് തന്നിട്ടിരിക്കുന്നത്. സോ നമുക്ക് 60 ഡിഗ്രി ആയിട്ടാണ് തന്നിരിക്കുന്നത്. പക്ഷെ നമുക്ക് എന്തിലേക്ക് മാറ്റണം? അതിനെ റേഡിയനിലേക്ക് മാറ്റേണ്ടതുണ്ട്. സോ 60 ഡിഗ്രി എന്ന് പറയുന്നത് π/3 റേഡിയൻ ആണ്. ഓക്കെ, നമ്മൾ ഓർത്തിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് π/2 എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ്. ആൻഡ് π/3 വരുന്നത് 60 ഡിഗ്രിയാണ്. π/4 45 ഡിഗ്രി. π/6 വരുന്നത് 30 ഡിഗ്രി. ഓക്കെ, ഈ കുറച്ച്, അതായത് നിർബന്ധമായിട്ടും ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വെക്കാം. ഇത് നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. π/2 π/3 π/4 π/6 ഒക്കെ എത്ര ഡിഗ്രിയാണ് വരുന്നത് എന്നുള്ളത് ഒന്ന് ഓർത്ത് വെക്കേണ്ടതാണ്. ഓക്കെ, സോ 37.4 ഡിവൈഡഡ് ബൈ π/3 ആണ് വരുന്നത് അല്ലേ. സോ 37.4 ഡിവൈഡഡ് ബൈ π ഇൻറ്റു 3 വരും അല്ലേ, ഇൻറ്റു 3. ആൻഡ് π എന്ന് പറയുന്നത് 22/7 ആണ്. സോ 37.4 ഇൻറ്റു 3 ഡിവൈഡഡ് ബൈ 22 ആൻഡ് /7 മുകളിലേക്ക് കയറും. സോ 3 ഇൻറ്റു 7. ഓക്കെ, ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, സോ ഇത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? 35.7 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, 35.7 ആണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ റേഡിയസ് വരുന്നത് 35.7 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നമ്മൾ അടുത്ത എക്സാമ്പിളിലേക്ക് പോകണം. എക്സാമ്പിൾ 4. നമ്മുടെ എക്സാമ്പിൾ 4 വരുന്നത്, ഇഫ് ദ ആർക്സ് ഓഫ് ദ സെയിം ലെങ്ത് ഇൻ 2 സർക്കിൾസ് സബ്റ്റൻഡഡ് ആംഗിൾ 65 ഡിഗ്രി ആൻഡ് 110 ഡിഗ്രീസ് അറ്റ് ദ സെൻറ്റർ, ഫൈൻഡ് ദ റേഷ്യോ ഓഫ് ദെയർ റേഡിയൈ. ഓക്കെ, സോ നമുക്ക് ഇഫ് ദ ആർക്സ് ഓഫ് ദ സെയിം ലെങ്ത്സ് ഇൻ 2 സർക്കിൾസ്, 2 സർക്കിൾ എടുത്തു കഴിഞ്ഞാൽ, 2 സർക്കിൾ എടുത്തു. ആൻഡ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്, ഇതിലെ രണ്ടിലെയും ആർക്ക് ലെങ്ത് എന്ന് പറയുന്നത് സെയിം ആണ്. രണ്ടിലും L തന്നെയാണ്. പക്ഷേ ഈ Lലേക്ക് എത്തിക്കാൻ വേണ്ടി ഫസ്റ്റ് സർക്കിൾ എടുത്തിരിക്കുന്ന ആംഗിൾ 110 ആക്കി എടുക്കുന്നു. ഞാൻ സെക്കൻഡ് സർക്കിളിൽ വരുന്നത് 65 ഡിഗ്രിയാണ്. ഓക്കെ, 65 ഡിഗ്രിയാണ് വരുന്നത്. സോ നമുക്കിതിൻ്റെ രണ്ട് സർക്കിളിൻ്റെയും റേഡിയസുകൾ തമ്മിലുള്ള റേഷ്യോ ആണ് കിട്ടേണ്ടത്. ഓക്കെ, ഞാൻ ഇത് R2 ആക്കി പറയാണ്, ഞാൻ ഇത് R1 ആക്കി പറയാണ്. സോ നമുക്ക് ഓൾറെഡി അറിയാം L = R തീറ്റ. സോ R എന്ന് പറയുന്നത് L/തീറ്റയാണ്. ഓക്കെ, സോ R1 എന്ത് കിട്ടും? R1 എന്ന് പറയുന്നത് L/65 ഡിഗ്രിയാണ് അല്ലേ, 65 ഡിഗ്രി. ഓക്കെ, ആൻഡ് R2 എന്ന് പറയുന്നത് L/110 ഡിഗ്രിയാണ് അല്ലേ. ഓക്കെ, സോ നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത് റേഡിയസുകൾ തമ്മിലുള്ള റേഷ്യോ ആണ്. അപ്പോൾ നമുക്ക് റേഡിയസുകളുടെ വാല്യൂ അറിഞ്ഞിട്ടില്ലെങ്കിലും ഇങ്ങനെ ഒരു റിലേഷൻസ് ഉള്ളതുകൊണ്ട് നമുക്ക് അത് തമ്മിലുള്ള ആ ഒരു റേഷ്യോ നമുക്ക് കണ്ടെത്താൻ പറ്റും. സോ R1/R2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? L/65 ഡിഗ്രി ഡിവൈഡഡ് ബൈ L/110 എന്ന് വരും അല്ലേ. സോ നിങ്ങൾ ഓർക്കുക, ഇവിടെ നിങ്ങൾക്ക് റേഡിയയിലേക്ക് മാറ്റണം, അതായത് റേഡിയനിലേക്ക് വാല്യൂ മാറ്റണം എന്നില്ല. 65 ഡിഗ്രീനെ റേഡിയനിലേക്ക് മാറ്റാതെ തന്നെ നേരിട്ട് റേഷ്യോ എടുത്താൽ മതി. ഓക്കെ, സോ ഞാൻ ഈ L ക്യാൻസൽ ചെയ്യുന്നു. എൻ്റെ വാല്യൂ വരുന്നത് 110 ഡിഗ്രി ബൈ 65 ഡിഗ്രിയാണ്. ഓക്കെ, സോ 110/65നെ ഞാൻ കോമൺ ആയിട്ട് 5 എടുത്തു കഴിഞ്ഞാൽ 110ൽ എത്ര 5 ആണ് വരുന്നത്?
110 വരുന്നത് 22.5 ആണ്. ആൻഡ് 65 വരുന്നത് 13.5 ആണ്. സോ 22/30 ആണ്, 13 ആണ് നിങ്ങളെ റേഷ്യോ വരുന്നത്. ഓക്കെ, സോ നമുക്കത് എങ്ങനെ എഴുതാം? R1:R2 എന്ന് പറയുന്നത് 22 and 30 ആണ്. ഓക്കെ, സോ ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കും. എക്സാമ്പിൾ 4 വരുന്നത് ദ മിനിറ്റ് ഹാൻഡ് ഓഫ് എ വാച്ച് ഈസ് 1.5 സെൻറ്റിമീറ്റർ ലോങ്. ഹൗ ഫാർ ഡസ് ഇറ്റ് ടിപ്പ് മൂവ് ഇൻ 40 മിനിറ്റ്സ്? 40 മിനിറ്റ് കൊണ്ട് 1.5 സെൻറ്റിമീറ്റർ ലോങ് വരുന്ന ഒരു മിനിറ്റ് സൂചി എത്ര ദൂരത്തോളമാണ് 40 മിനിറ്റിൽ, അതായത് അതിൻ്റെ എത്ര ആർക്ക് ലെങ്ത് ആണ് നമുക്ക് കണ്ടെത്തേണ്ടത്. ഓക്കെ, എല്ലാമാണ് നമ്മുടെ ചോദ്യം വരുന്നത്. ആൻഡ് നമ്മൾ റേഡിയസ് ആക്കി എത്ര എടുക്കും? വാച്ചിൻ്റെ മിനിറ്റ് സൂചിയുടെ ലെങ്ത് ആണ് വരുന്നത് 1.5 സെൻറ്റിമീറ്റർ ആണ് വരുന്നത്. ആൻഡ് അത് എത്ര റൊട്ടേറ്റ് ചെയ്തു തീറ്റ കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്കൊരു ക്ലൂ തന്നിട്ടുണ്ട്. എന്ത്? അത് 40 മിനിറ്റ്സ് ആണ് അത് കവർ ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം എന്ത്, 60 മിനിറ്റ് ആണ് ഒരു മിനിറ്റ് സൂചി ഫുൾ റൊട്ടേഷൻ എടുക്കാൻ വേണ്ടി എടുക്കുന്നത്. അതായത് 360 ഡിഗ്രി റൊട്ടേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മിനിറ്റ് സൂചി 60 മിനിറ്റ് എടുക്കും. സോ 40 മിനിറ്റിൽ എത്ര ആംഗിൾ റൊട്ടേഷൻ സംഭവിക്കും എന്നറിയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? 40/60 ചെയ്താൽ മതി. 40/60 2/3 പാർട്ട്, സർക്കിളിൻ്റെ റെവല്യൂഷൻ്റെ 2/3 ഭാഗം അതെന്ത് ചെയ്യും? കവർ ചെയ്യും. സോ 360യുടെ 2/3 ഭാഗം എന്ന് പറയുന്നത് എത്രയാണ്? 120 × 2 ആണ് അല്ലേ? 120 × 2, അഥവാ ഈ 120നെ ഞാൻ എന്തിലേക്ക് മാറ്റുകയാണ്? 120 × 2 എന്ന് പറയുന്നത് 60 × 4 ഈക്വൽ ആണല്ലോ. 120 × 2 എന്ന് പറയുന്നത് എന്താണ്? 60 × 4 ഈക്വൽ ആണ് അല്ലേ? 60 × 4, 60 എന്താണ്? π/3 ആണ്. എന്താണ്? π/3 ആണ്. π/3 × 4 എന്ന് പറയുന്ന സമയത്ത് ഈ ഡിഗ്രീനെ ഞാൻ റേഡിയനിലേക്ക് മാറ്റിക്കഴിഞ്ഞു, which is equal to 4π/3. ഓക്കെ, എൻ്റെ ആംഗിൾ ഓഫ് റൊട്ടേഷൻ വരുന്നത് 4π/3 ആണ്. 1.5 സെൻറ്റിമീറ്റർ ആണ് എൻ്റെ റേഡിയസ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ L കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? L is equal to r theta, so L will be 1.5 × 4π/3. ഓക്കെ, 4 × 1.5 എന്ത് വരും? 6π/3 ആണ് ആൻസർ വരുന്നത്. ആൻഡ് 6 × പൈയുടെ വാല്യൂ 3.14 ആണ്. സോ 6 × 3.14 ഡിവൈഡഡ് ബൈ 3, അതായത് 3യും 6ഉം കട്ട് ചെയ്തു, ഞാൻ 2 എഴുതി. 2 × 3.14 വരുന്നത് 8, 2 and 6, 6.28 സെൻറ്റിമീറ്റർ ആണ് എൻ്റെ ആർക്ക് ലെങ്ത് വരുന്നത്. ക്ലിയർ ആണല്ലോ? സോ ഇതോടുകൂടി നമ്മുടെ എക്സാമ്പിൾസ് കഴിഞ്ഞു. ആൻഡ് ഇനി നമുക്ക് എക്സസൈസിലേക്കാണ് പോകുന്നത്. കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സസൈസുകളാണ് ചെയ്യാൻ പോകുന്നത്. Find the degree measure of the angle subtended at the center of a circle of radius 100 cm by an arc length of 22 cm ആണ്. ഓക്കെ, നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? L എന്ന് പറയുന്നത് 22 cm ആണ്. തന്നിരിക്കുന്ന ഡാറ്റകൾ പെട്ടെന്ന് തന്നെ ആദ്യം നോട്ടീസ് ചെയ്യുക. റേഡിയസ് എന്ന് പറയുന്നത് 100 cm ആണ്. ആൻഡ് പൈയുടെ വാല്യൂ നമുക്ക് 22/7 ആക്കി എടുക്കാനാണ് ഇൻസ്ട്രക്ഷൻ തന്നിട്ടുള്ളത്. സോ ഫൈൻഡ് ദ ഡിഗ്രി ഓഫ് മെഷർ ഓഫ് ദ ആംഗിൾ. നമുക്ക് ആ ആംഗിൾ ഓഫ് റൊട്ടേഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ തീറ്റ എന്ന് പറയുന്നതാണ് കണ്ടുപിടിക്കേണ്ടത്. തീറ്റ എന്ന് പറയുന്നത് L/R ആണ്. സോ അതായത് 22/100 ആണ് വരിക അല്ലേ? 22/100 ആണ് വരുന്നത്. ആൻഡ് വിച്ച് വിൽ ബി ഈക്വൽ ടു എന്ത് വരും? ആൻഡ് ഇത് വരുന്നത് 0.22 ആണ് അല്ലേ? 0.22 ആണ്. പക്ഷേ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഫൈൻഡ് ദ ഡിഗ്രി മെഷർ ആണ്. സോ ഞാൻ ഓൾറെഡി സൂചിപ്പിച്ചിരുന്നു, L ഈക്വൽ ടു r തീറ്റ എന്ന് പറയുന്ന ഇക്വേഷനിൽ തീറ്റ റേഡിയൻ വാല്യൂ ആയിട്ടാണുള്ളത്. സോ 0.22 എന്ന് പറയുന്നത് റേഡിയൻ വാല്യൂ ആണ്. സോ ഇതിനെ നമുക്ക് എന്തിലേക്ക് മാറ്റണം? ഡിഗ്രി മെഷറിലേക്ക് മാറ്റണം. സോ ഇതെന്ത് വരും? 0.22 × 180/π ആണ് വരുന്നത് അല്ലേ? ആൻഡ് ഞാൻ ഇതിനെ 0.22 എന്ന് എഴുതാതെ 22/100 തന്നെ എഴുതാണ്. നമുക്ക് കുറച്ചുകൂടി കാൽക്കുലേഷൻ എളുപ്പമായിരിക്കും. 180/π ആണ് എഴുതുന്നത്. ആൻഡ് 180/π, പൈയുടെ വാല്യൂ 22/7 എടുക്കാനാണ് പറഞ്ഞത്. സോ 22/100 × 180 ഡിവൈഡഡ് ബൈ 22/7, തിരിച്ച് മുകളിലേക്ക് കയറും, × 7. സോ 22 കട്ട്. ആൻഡ് 180 × 180 00 എനിക്ക് കട്ട് ചെയ്യാം. ആൻഡ് 180 × 7 വരുന്നത് 70, 7 56, 126 ആണ് വരുന്നത്. ആൻഡ് ഡിവൈഡഡ് ബൈ 10 വിച്ച് വിൽ ബി ഈക്വൽ ടു 12.6 ഡിഗ്രി. ഓക്കെ, തീറ്റയാണ് കണ്ടുപിടിക്കുന്നത്. സോ 12.6 ഡിഗ്രി ആണ് വരുന്നത്. ആൻഡ് റേഡിയൻ ആയിട്ട് വരുന്ന സമയത്ത് അത് 0.22 ആണ് വരുന്നത്. ഓക്കെ, സോ ഇതും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ആൻഡ് നമ്മൾ അടുത്തൊരു ചോദ്യത്തിലേക്ക് പോവാണ്.
In a circle of diameter 40 centimeter, the length of a chord is 20 centimeter. Find the length of minor arc of the chord. നമുക്ക് തന്നിട്ടുള്ളത് ഡയമീറ്റർ എത്രയാണ് വരുന്നത്? 40 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, ഡയമീറ്റർ എന്ന് പറയുമ്പം നമ്മുടെ വ്യാസമാണ് 20 to 40 സെൻറ്റിമീറ്റർ ആയിട്ട് തന്നിട്ടുള്ളത്. ഓക്കെ, സോ ഇതിൽ നിന്ന് എന്ത് കിട്ടും? നമുക്ക് റേഡിയസ് എന്ന് പറയുന്നത് 20 സെൻറ്റിമീറ്റർ ആണെന്ന് കിട്ടും അല്ലേ? റേഡിയസ് എന്ന് പറയുന്നത് 20 സെൻറ്റിമീറ്റർ ആണ്. ആൻഡ് നമുക്ക് തന്നിട്ടുണ്ട് ദ ലെങ്ത് ഓഫ് എ കോഡ് ഈസ് 20 സെൻറ്റിമീറ്റർ. അപ്പോൾ ഞാനിത് ഇങ്ങനെ ഒരു കോഡ് ഇവിടെ വരച്ചു. കോഡ് വരുന്നത് 20 സെൻറ്റിമീറ്റർ തന്നെയാണ്. ആൻഡ് ഇതിലെ മൈനർ ആർക്ക് ഓഫ് ദ കോഡാണ്. നമ്മളൊരു സർക്കിളിൽ ഒരു കോഡ് വരച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ഒരു കോഡ് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഇങ്ങനെ ഒരു ആർക്ക് ലെങ്ത് ഈ കോഡിന് ബേസ് ചെയ്ത് കിട്ടും, അതേപോലെ ഇങ്ങനെ ഒരു ആർക്ക് ലെങ്ത് കിട്ടും അല്ലേ? ഇങ്ങനെ ഒരു ആർക്ക് കിട്ടും ആൻഡ് ഇങ്ങനെ ഒരു ആർക്ക് കിട്ടും. സോ ഇതിലെ മൈനർ ആർക്കാണ് ഏത്? ചെറിയ ആർക്ക്. സോ എനിക്ക് വേണ്ടത് ഈ ഒരു ഭാഗത്തുള്ള ആർക്കിൻ്റെ ലെങ്ത്താണ് വേണ്ടത്. ആൻഡ് ഈ 20 സെൻറ്റിമീറ്ററിനോട് നമുക്ക് ജോയിൻ ചെയ്ത് ഇവിടെ ഒരു 20 സെൻറ്റിമീറ്റർ റേഡിയസ് വരയ്ക്കാമല്ലോ. സർക്കിളിൻ്റെ എവിടേക്ക് എങ്ങനെ ആരോ എടുത്തു കഴിഞ്ഞാലോ, എങ്ങനെ റേഡിയസ് എടുത്തു കഴിഞ്ഞാലോ അത് സെയിം അളവിലാണ് പോകുന്നത്. സോ 20 സെൻറ്റിമീറ്റർ തന്നെയാണ് ഇവിടെയും വരുന്നത്. ഓക്കെ, ആൻഡ് നമുക്കറിയാം ഇതൊരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ് അല്ലേ? എല്ലാ സൈഡും 20 സെൻറ്റിമീറ്റർ ആണ്. സോ ദിസ് ആംഗിൾ വിൽ ബി 60 ഡിഗ്രി. എല്ലാ ആംഗിളും 60 ഡിഗ്രി ആയിരിക്കും അല്ലേ? സോ ഇത് വെച്ചിട്ട് എനിക്ക് തീറ്റ എന്ത് കിട്ടി? 60 ഡിഗ്രി എന്ന് കിട്ടി. 60 ഡിഗ്രി എന്ന് പറയുന്നത് π/3 ആണ് അല്ലേ? ആൻഡ് എൽ എന്ന് പറയുന്നത് ആണ് നമ്മുടെ ചോദ്യം. എല്ലാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ആൻഡ് ആർ തന്നിട്ടുള്ളത് 20 സെൻറ്റിമീറ്റർ ആണ്. സോ എൽ ഇസ് ഈക്വൽ ടു ആർ തീറ്റ വിച്ച് ഇസ് ഈക്വൽ ടു എന്ത് വരും? ആർ തീറ്റ എന്ന് പറയുന്നത് π/3 ഇൻറ്റു 20 എന്ന് കിട്ടും. ഓക്കെ, പൈയുടെ വാല്യൂ ഞാൻ 3.14 എന്ന് എടുക്കുന്നു ഇൻറ്റു 20 ഡിവൈഡഡ് ബൈ 3. ഓക്കെ, ആൻഡ് ദിസ് വാല്യൂ വിൽ ബി ഈക്വൽ ടു 62.8 ഡിവൈഡഡ് ബൈ 3. ഓക്കെ, ഇത് ക്ലിയർ ആണല്ലോ. ആൻഡ് നമ്മൾ അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. If in two circles, arcs of the same length subtend angles 60 degree and 75 degree at the center, find the ratio of their radii. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ 60 ഡിഗ്രി അതേപോലെ 110 ഡിഗ്രി വെച്ച് നമ്മൾ ചെയ്ത പോലെ തന്നെ സെയിം ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. ഓക്കെ, സെയിം പാറ്റേൺ ആണ്. സോ ഇത് വളരെ സിമ്പിളാണ്. നമുക്ക് റേഡിയസുകൾ തമ്മിലുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. R1 എന്ന് പറയുന്നത് L ഡിവൈഡഡ് ബൈ 60 ഡിഗ്രിയാണ്. ആൻഡ് R2 എന്ന് പറയുന്നത് L ഡിവൈഡഡ് ബൈ 75 ഡിഗ്രിയാണ്. സോ R1 ഡിവൈഡഡ് ബൈ R2 എന്ത് വരും? R1 ഡിവൈഡഡ് ബൈ R2 L ബൈ 60 ഡിഗ്രി ഡിവൈഡഡ് ബൈ L ബൈ 75 ഡിഗ്രി. L രണ്ടിനും കോമൺ ആണ്. സോ ദിസ് വിൽ കട്ട് ആൻഡ് 60 ഡിഗ്രി 75 ഡിഗ്രി ഡിവൈഡഡ് ബൈ 60 ഡിഗ്രി എന്ന് വരും. രണ്ടിലും കോമൺ ആയിട്ട് 5 എടുത്തു കഴിഞ്ഞാൽ 75ൽ എത്ര 5 ആണ് വരുന്നത്? 75ൽ അല്ലെങ്കിൽ 15 എടുത്തു കഴിഞ്ഞാൽ 75ൽ വരുന്നത് 515 ആണ്. ആൻഡ് ഡിവൈഡഡ് ബൈ 15 4 ആണ്. 15 ഇൻറ്റു 4 ആണ് 60 വരുന്നത്. സോ 5 ഡിവൈഡഡ് ബൈ 4 ആണ് R1 ഡിവൈഡഡ് ബൈ R2 വരുന്നത്. സോ ദ റേഷ്യോ വിൽ ബി R1:R2 വിൽ ബി ഈക്വൽ ടു 5:4. ഓക്കെ, ക്ലിയർ ആണല്ലോ. സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഫസ്റ്റ് സെക്ഷനിൽ നിങ്ങൾ നിർബന്ധമായിട്ട് പഠിച്ചിരിക്കേണ്ടത്. 5 എക്സാമ്പിൾസും അതേപോലെ എക്സസൈസിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും ആണ് ചെയ്തിട്ടുള്ളത്. സോ അത് നിർബന്ധമായിട്ട് പഠിക്കുക. ആൻഡ് കോൺസെപ്റ്റ് വളരെ ക്ലിയർ ആയിട്ട് പോവുക. ഇക്വേഷൻസ് ആയിട്ട് വരുന്ന L ഇസ് ഈക്വൽ ടു ആർ തീറ്റ ആൻഡ് ഡിഗ്രി ആൻഡ് റേഡിയൻ തമ്മിലുള്ള ആ ഒരു കണക്ഷൻ അത് രണ്ടുമാണ് നിങ്ങൾക്ക് ഫസ്റ്റ് പാർട്ടിൽ വരുന്നത്. സോ അത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഫ്രണ്ട്സിനൊക്കെ എന്തായാലും അയച്ചു കൊടുക്കുക. നിങ്ങൾക്ക് ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ്സ് ത്രൂ അല്ലെങ്കിൽ ഇമെയിൽ ത്രൂ എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. So once again, it's me, Mr. Max, signing off. Goodbye.